ഒരു അനുകമ്പാപൂർവമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദയവ് കാണിക്കുകയാണ്. അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. സ്നേഹമാണോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. തെറ്റിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടരുത്. തെറ്റാണെന്ന് ബോധ്യമുണ്ട്. നിയമസഭയിലടക്കം ചില ആളുകൾ പറഞ്ഞു ഞാനും ബാലപാലോട് ചേർന്ന് മുറിച്ചേച്ചാണ് അവരെ പിരിച്ചു. അല്ല, അവർ തന്നെയാണ് മുറിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും നമ്മളൊരു പല കാര്യങ്ങളും ക്ഷമിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ സമരത്തിൻ്റെ അന്ന് 8 വണ്ടികൾ ഡാമേജ് ചെയ്ത 4 പേരുണ്ട്. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സർക്കാർ ഒരു അനുകമ്പാപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് സംഭവം. തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചു, പക്ഷേ അവരത് തിരിച്ചറിഞ്ഞു, ശിക്ഷ കിട്ടും എന്നവർ അറിഞ്ഞു. ഇനി അധികം ദ്രോഹിക്കുന്നില്ല. അവരെ പിരിച്ചുവിട്ടവരാണ്. അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഇവിടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. അത് അന്ന് ചെയ്തത് തെറ്റാണ്. അവർ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. നിയമസഭയിലടക്കം ചില ആളുകൾ പറഞ്ഞു ഞാനും ബാലപാലോട് ചേർന്ന് മുറിച്ചേച്ചാണ് അവരെ പിരിച്ചു. അല്ല, അവർ തന്നെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പോലീസിനും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു, പിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഈ നാട്ടുകാരായതുകൊണ്ടും അവർക്ക് ഒരു തെറ്റിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടരുത്, സ്വന്തം മുതൽ നശിപ്പിക്കരുത്. ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവൻ്റെ അന്നം എന്ന് പറയുന്നത്, അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഷിയറിങ്ങാണ്. അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം പാടില്ല. മേലിൽ ഇതാരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 4 പേരോടും പുറത്ത് സർക്കാർ അവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചുള്ള വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് MD ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോയി. ഇവിടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ആറ് ബാലകൃഷ്ണനുള്ള മോനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മേലെ ഇറക്കിയാൽ അങ്ങോട്ടും മേലെ ഇറക്കും. സ്നേഹമാണോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. അപ്പം തെറ്റ് ചെയ്തവരാണ്, അവരോട് സ്നേഹത്തോടെ പുറത്തു. ആരും ശുപാർശ ചെയ്തിട്ടല്ല കേട്ടോ, ഒരു നേതാവ് ശുപാർശ ചെയ്തിട്ടല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു വൈരാഗ്യത്തോടെ ആളുകൾ പെരുമാറുന്ന ആളല്ല. ഞാൻ മനസ്സുകൊണ്ട് അത് എൻ്റെ തീരുമാനമാണ്. ഞാനൊരു തീരുമാനം MD അറിയിച്ചാണ്. നിങ്ങളെല്ലാം വെച്ച് കൊട്ടാരക്കര വെച്ച് തന്നെ പറയുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ യൂണിയൻകാരും കേൾക്കാൻ ഞാൻ പറയുകയാണ്. അത് എൻ്റെ മനസ്സിൽ ആരുടെയും ശുപാർശ കൊണ്ട് എല്ലാവരെയും പേടിച്ചിട്ടുമല്ല, അങ്ങനെയൊന്നും പേടിക്കുകയില്ല. ഒരു അനുകമ്പാപൂർവമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദയവ് കാണിക്കുകയാണ് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അല്ല, പേടിച്ചിട്ടൊന്നും ആണെന്ന് വിചാരിക്കല്ലേ. ഒരു പേടിയില്ല അതിലൊന്നും. അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അത് പേടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി.